ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പരതിയ സമയത്ത് കിട്ടിയ ഒരു വാർത്തയാണ്. കർണാടകയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിഹിത ബന്ധത്തിന് രണ്ടുപേരെയും കൂടെ പിടിച്ചു. നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ കൂടിയിട്ട് അവിടുത്തെ ഒരു പൈപ്പിൽ കെട്ടിയിട്ടു രണ്ടുപേരെയും. എന്നിട്ട് പുരുഷനെ ശുദ്ധീകരണം നടത്തി രണ്ടുപേരെയും മാരകമായി തല്ലുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇന്നും അത് വളരെ പവിത്രമായിട്ട് കൊണ്ടുപോകുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്. മറ്റ് വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവാം, പക്ഷേ ഇന്ത്യയിലുള്ള അത്രയും വെളിയിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം അവിഹിത ബന്ധങ്ങൾ കൂടുതലായിട്ട് ഈ കാലത്ത് വരുന്നത്? ഞാനൊരു 10 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു ഇമോഷണൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നിടത്താണ് ആദ്യമായിട്ട് അവർ തമ്മിൽ മാനസികമായിട്ട് പിരിയുന്നത്. എന്താണ് ഇമോഷണൽ കണക്ഷൻസ് വിച്ഛേദിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട്. ഓരോരുത്തരുടെയും ഭാഷ ഡിഫറൻ്റ് ആണ്. ഇപ്പം എൻ്റെ ഭാഷ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാൾക്കേ അത് പറ്റുള്ളൂ. പണ്ടൊരിക്കൽ യാത്രക്കിടയിൽ ഒരു ഡിസ്കഷനിൽ ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നു. അവരവരുടെ പ്രശ്നം സംസാരിച്ചതാണ്. അവർ ആ പ്രശ്നം സംസാരിക്കുമ്പം അതിനകത്ത് കൗതുകമുണ്ട്, ചിലപ്പോൾ അത് സില്ലി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ അവരനുഭവിക്കുന്ന വേദനയും പെയിനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞതാണ്, രണ്ടുപേരും തമ്മിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇൻറ്റേർണലി രണ്ടുപേരും തമ്മിൽ അകന്നാണ് ജീവിക്കുന്നത്. മാനസികമായി അവർ തമ്മിൽ അകന്നാണ് ജീവിക്കുന്നത്. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുന്നത്, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അടുക്കളയിൽ അവൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്, പത്രങ്ങൾ കഴുകി വെക്കാറുണ്ട്, ഞങ്ങൾ യാത്രകൾ പോകാറുണ്ട്, ഇഷ്ടമുള്ള പുറത്ത് ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അത് വല്ലപ്പോഴും അല്ല, മിക്കപ്പോഴും ഞങ്ങൾ അങ്ങനെയൊക്കെ പോകാറുണ്ട്. ടൂറുകൾ പോകാറുണ്ട്. എല്ലായിടത്തും ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, ഇതെല്ലാം ചെയ്യാറുണ്ട്, പക്ഷെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. ഞാൻ അതിനോടൊപ്പം കൂടെ നിൽക്കുന്നതാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾ അതൊന്നുമല്ല. എനിക്ക് കുറച്ച് സമയം തന്നെ എൻ്റെ ഭർത്താവിനോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് വീട്ടിലില്ല. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ സാഹചര്യത്തിനൊക്കെ അപ്പുറത്ത് എല്ലാവരോടെ ചേർന്നാണ് പോകുന്നത്. ഒരു ടൂർ പോകുക എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയാണ് ടൂർ പോവുക. എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക, മടിയിൽ തല ചായ്ച്ച് കുറച്ച് നേരം കിടക്കണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങൾ ഇങ്ങനെ വളരെ ചെറുതാണ്, പക്ഷെ അത് കിട്ടാതെ വരുന്ന സമയത്ത് അതിൻ്റെ പെയിൻ വലുതാണ്. നമ്മളത് കേൾക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നും. ഇതാണ് ഓരോരുത്തർ ആഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ ലവ് ലാംഗ്വേജ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയയും അതിലെ കണ്ടൻറ്റുകളുമാണ്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രണയങ്ങളെക്കുറിച്ചിട്ടും പ്രണയ പുസ്തകങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന ഫാൻറ്റസികളൊക്കെ പലപ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാകുമെന്നൊക്കെ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടാവാം. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ റീലുകൾ കാണുമ്പോൾ, റീലുകൾ ചെയ്യുന്ന ആളുകളുമായിട്ട് എൻ്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജീവിതത്തിലെ ലൈഫ് പാർട്ട്ണർ, എൻ്റെ കമ്പാനിയനുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ കാണുന്ന വ്യക്തിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നു. എനിക്ക് അവരോട് ഇഷ്ടം തോന്നുന്നു. എന്നെ ചിലപ്പോൾ അവരെൻ്റെ ഉള്ളിലൊരു ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. അവർക്ക് ചിലപ്പോൾ മെസ്സേജ് അയച്ചെന്ന് വരാം. പൊടുന്നതിനെ കിട്ടിയൊരു റിപ്ലൈ ആയിരിക്കാം ചിലപ്പോൾ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസവാക്കായിട്ട് ചിലപ്പോൾ കയറി വന്നതായിരിക്കാം. പിന്നീട് അതൊരു വലിയ ബന്ധമായി മാറുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പലതും കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതാണ് റിയാലിറ്റി എന്നുള്ളത്. യഥാർത്ഥത്തിൽ റിയാലിറ്റിയും ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ തിരിച്ചറിവിനുള്ള സമയം നമുക്ക് തരാതെ പോകുന്നത് നമ്മുടെ കമ്പാനിയൻ നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നമ്മളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാതെ വരുന്ന സമയത്ത് ഒരു ഇമോഷണൽ ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നു. ആ ഗ്യാപ്പിലാണ് ഈ സോഷ്യൽ മീഡിയയൊക്കെ കയറി കളിക്കുന്നത്.
മൂന്നാമത്തേത് സാമൂഹിക മാറ്റങ്ങളാണ്. ഈ കാലത്ത് പണ്ടുണ്ടായിരുന്ന ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പലതും ഇന്ന് ചെയ്യപ്പെടുന്നതാണ്, നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഗുണങ്ങളുമുണ്ട്, അതേപോലെ കുറേ ദോഷങ്ങളുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആ പ്രായത്തിൽ മൂത്തവരും ആണുങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ വീടിന് മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെണ്ണുങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് അങ്ങനൊന്നുമില്ല. എല്ലാവരോടൊപ്പം ഒന്നിച്ചാണ് അവരിയ്ക്കുക, സംസാരിക്കുക. വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. പണ്ട് അരുതാത്തത് എന്ന് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വിലക്കപ്പെട്ടിരുന്നത് പലതും ഇന്ന് നോർമലാണ്. അതേപോലെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡിവോഴ്സ് ചെയ്തവരെയൊക്കെ ഭയങ്കര അപരാധമായിട്ടാണ് ആൾക്കാർ കാണുക. ഏറ്റവും മോശം സ്ത്രീ അല്ലെങ്കിൽ മോശം പുരുഷൻ രണ്ടാംഗത്താണോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര മോശമായിട്ട് കണ്ടിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെടും. എനിക്ക് അയാളുമായിട്ട് ഒത്തു പോകുന്നില്ല, അതുകൊണ്ട് ആ ബന്ധം ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ക്ലീൻ റീസൺ. അപ്പം അതും നോർമലൈസ് ചെയ്യുന്ന സമയത്ത് അവിഹിത ബന്ധങ്ങൾ പലപ്പോഴും പല രീതിയിലുള്ള താല്പര്യങ്ങളാവാം. എല്ലാം ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നു എന്നൊരർത്ഥമൊന്നുമില്ല. എല്ലാ അവിഹിത ബന്ധങ്ങളും അങ്ങനെ ആകണമെന്നില്ല. ഹിതമല്ലാത്തതിനെയാണല്ലോ അവിഹിതം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം അവർക്കത് അവിഹിതമല്ല, അത് ഹിതമായ ഒരു ബന്ധമാണ്. കാര്യം അവരാഗ്രഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന, അവരുടെ ഒരു വൈബിന് ചേർന്ന മറ്റൊരു വ്യക്തി, അവരിലേക്ക് അവർ പോകുന്നു. ഒരുപാടിടത്ത് പോകുന്നില്ലേ, വേറെ ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. പിന്നെ ഇതിനെയും നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. അതിൻ്റെയും കാരണം മുമ്പേ പറഞ്ഞ ആ ഇമോഷണൽ ഗ്യാപ്പ് തന്നെയാണ്. അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നതിൻ്റെ നാലാമത്തെ കാര്യം ലൈംഗിക സംതൃപ്തി കുറവുകളാണ്. എല്ലാ മനുഷ്യർക്കും ഭക്ഷണം പോലെ നീഡായിട്ടുള്ളൊരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളെ കഴിഞ്ഞില്ലേ പിന്നെ അതിനോടൊരു വിരക്തി, പിന്നീട് ഒരേ ആളോടൊപ്പം അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിരക്തികൾ, അങ്ങനെ പലതരത്തിൽ ഇതിനകത്ത് കാണാം. കുറേയൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ സൈക്കോളജിക്കലാണത്. ആ ടോപ്പിക്ക് കുറച്ച് വളരെ ലെങ്ത് ഉള്ളതാണ്. അതുകൊണ്ട് ലൈംഗിക ജീവിതത്തിൽ അതൃപ്തി ഒരു പ്രധാന ഘടകമാണ്. അഞ്ചാമത്തെ കാര്യം ഈ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രതീക്ഷകളാണ്. നമ്മൾ സിനിമകളൊക്കെ കാണും, അതിലെ റൊമാൻറ്റിക് സീനുകളൊക്കെ നമ്മൾ കാണും. അത്തരം സീനുകളൊക്കെ പോലെ തന്നെ എനിക്കും ആക്ട് ചെയ്യണം എൻ്റെ ലൈഫ് പാർട്ണറോടൊപ്പം എന്ന് ചിന്തിക്കുന്നിടത്ത് എൻ്റെ ഭാര്യ അതിനെ നായികയെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന, അതിൽ നായകനെ പോലെ ആയിരുന്നു എങ്കിൽ എന്നിങ്ങനെ ചിന്തിക്കുന്ന കമ്പാനിയൻസ്, അത് ഒരു വലിയ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ, മൂവീസ്, ഡോക്യുമെൻ്ററീസ്, നെറ്റ്ഫ്ലിക്സിലെ സീരീസ്, ഇതിനകത്തൊക്കെ നമ്മൾ കാണുന്ന അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പിക്ക് ചെയ്തെടുക്കും. എന്നിട്ടത് റിയൽ ലൈഫിൽ അങ്ങനെയാണ് എന്ന് തോന്നുന്ന തരത്തിൽ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നു. അതൊരു വലിയ പ്രശ്നമായിട്ട് അവിഹിത ബന്ധങ്ങൾക്ക് ഒരു കാരണമാവുന്നുണ്ട്. ആറാമത്തെ കാര്യം, പണ്ട് സ്ത്രീകൾ വീടിനകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭർത്താവിനെയും കുടുംബവും ഒക്കെ നോക്കി കുട്ടികളെയൊക്കെ നോക്കി ജീവിച്ചിരുന്നവരാണ്. ഇന്ന് കാലം മാറി, കാലത്തിൻ്റെ ഗതിവേഗങ്ങൾക്കനുസരിച്ചിട്ട് മനുഷ്യർ ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. സ്ത്രീകളും ഒരുപാടിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് പുരുഷനും സ്ത്രീയും നോർമലായി എല്ലായിടത്തും ജോലി ചെയ്യുന്നു. പലപ്പോഴും ജോലി ചെയ്യുന്ന ഇടത്താണ് ഒരാൾ താമസിക്കുന്ന, തൻ്റെ കമ്പാനിയനുമായിട്ട് താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ജോലി ചെയ്യുന്നിടത്താണ്. പലപ്പോഴും ഈ കമ്പാനിയൻസുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടയിൽ ജോലി സ്ഥലത്ത് അവർ മിങ്കിൾ ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അവരുടെ സറൗണ്ടിങ്സിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് കിട്ടുന്ന പരിഗണനയും സപ്പോർട്ടും കെയറും ഒക്കെ കാണുന്ന സമയത്ത് അവർക്ക് ചെറിയ ചെറിയ റിലീഫുകളൊക്കെ കിട്ടും. അങ്ങനെ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിഹിത ബന്ധങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതും ഒരു കാരണമാണ്. ഏഴാമത്തെ ഒരു കാര്യം, വിവാഹത്തിൽ കോമ്പാക്റ്റബിൾ അല്ലാത്തതോ വൈകി വന്ന വിവാഹമോ ഒക്കെ ആയിരിക്കാം ഒരു പ്രശ്നം. നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം അതിൻ്റെ റിവ്യൂസ് നോക്കും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ചെക്ക് ചെയ്യും. അതിൻ്റെ റിവ്യൂസ്, യൂട്യൂബിൽ റിവ്യൂസ് പറയുന്നവരുടെ റിവ്യൂസ് മുഴുവൻ ചെക്ക് ചെയ്യും. എന്നിട്ട് 10 പേരോട് ചോദിക്കുകയും ചെയ്യും. എന്നിട്ടാണ് അത് വാങ്ങുക.
പക്ഷെ വിവാഹം കഴിക്കുമ്പം അവിടെ ആ ചോദ്യങ്ങളെക്കാൾ പ്രസക്തി പ്രായമുള്ള കാരണവന്മാരായിട്ടിരിക്കുന്ന ആളുകൾ അവർ ചില കാര്യങ്ങൾ നിശ്ചയിക്കും. മതം, ജാതി, സംസ്കാരങ്ങൾ ഇതെല്ലാം കയറി വരും. ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ മറ്റു പലതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ജ്യോതിഷം, ജാതകം, ഇങ്ങനെയുള്ള പൊരുത്തങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. അവിടെ ആ ഒരു വ്യക്തിയുമായി 3, 4, 5 അല്ലെങ്കിൽ 1 വർഷമോ ഒരു പീരിയഡ് ഓഫ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള സൗഹൃദം നമുക്ക് ഉതകുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നാണ് പലപ്പോഴും പറയുക. ഞാനെപ്പോഴും ഡേറ്റിംഗ് എന്നുള്ളതിനെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. നമ്മൾ ഡേറ്റ് ചെയ്യുക ഒരു കോഫി ഷോപ്പിലോ ഏതെങ്കിലും ഒരു പാർക്കിലോ കുറച്ച് സമയം അയാളുമായി സംസാരിക്കുകയും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഇതെനിക്ക് ചേർന്ന പാർട്ട്ണറാണോ, എൻ്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പോകുന്ന പാർട്ട്ണറാണ്. റോങ് ആയ ഡിസിഷൻസും റോങ് ആയ പാർട്ട്ണറുമാണ് പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നത്. എട്ടാമത്തെ കാര്യം, അവിഹിത ബന്ധങ്ങളൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്തയിൽ ചിലപ്പോൾ ടെക്നോളജികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത കമ്പാനിയനിലെ ഒരാളുമായിട്ട് ആ കണക്ഷൻ വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പം അവരുടെ അറിവില്ലായ്മയും അജ്ഞതയുമൊക്കെ കൃത്യമായി യൂസ് ചെയ്യുന്ന ഒരാൾ, ചിലപ്പോൾ പാരലി 1, 2, 3 ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ സന്തോഷം അങ്ങനെയായിരിക്കാം. പക്ഷേ റിയൽ ലൈഫിൽ, വിവാഹ ജീവിതത്തിൽ അത് എത്തിക്കലല്ല, ലോജിക്കലല്ല, അത് ഒട്ടും സഭ്യവുമല്ല. പക്ഷേ ഇത് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ കാര്യം നമ്മൾ അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് എന്നതാണ് ഒരു കാര്യം. ഒമ്പതാമത്തെ കാര്യം മിഡ് ലൈഫ് ക്രൈസിസ് ആണ്. ഒരു 30 വയസ്സിനും 40, 50 വയസ്സിനൊക്കെ ഇടയിലുള്ള ആൾക്കാരെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ക്രൈസിസ് വരും. യഥാർത്ഥത്തിൽ എനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എന്നൊരു ചിന്ത. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുമായിരുന്നല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ, ആവശ്യമില്ലാതെ മനസ്സിലേക്ക് വരുന്ന ഒബ്സസീവായിട്ടുള്ള കുറേ തോട്ടുകൾ, ഇത് പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാനായിട്ടുള്ളൊരു കാരണമായി വരുന്നുണ്ട്. ഫൈനലി 10ാമത്തെ ഒരു കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇൻറ്റിമസിയും പാഷനും കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വീടുകളിലാണ് അവിഹിത ബന്ധങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. എന്താണ് ഇൻറ്റിമസി? തുറന്നുള്ള സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയങ്ങൾ, അതില്ലാത്ത ഇടം. പാഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള, സെക്ഷലായിട്ടുള്ള അവരുടെ ലൈഫ്. 3 കമ്മിറ്റ്മെൻറ്റ്. ഒരു അച്ഛനും മകളും തമ്മിലുള്ളത് കമ്മിറ്റ്മെൻറ്റാണ്. ഒരു അധ്യാപകനും സ്റ്റുഡൻറ്റും തമ്മിലുള്ളത് കമ്മിറ്റ്മെൻറ്റാണ്. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളത് കമ്മിറ്റ്മെൻറ്റാണ്. തനിക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് അവിടെ പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുമെന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളോടെ ചെയ്യുക എന്നതുണ്ട്. ചില ഇഷ്ടങ്ങൾ അവരുടേതാണ്, അതിനകത്തേക്ക് ഞാൻ ആവശ്യമില്ലാതെ കടക്കേണ്ടതില്ല. അതൊക്കെ എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആ കമ്മിറ്റ്മെൻറ്റും ഇൻറ്റിമസിയും പാഷനും 100% നിൽക്കാത്തിടത്ത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഒന്നോർക്കുക, ഓരോ അവിഹിതം എന്ന് പറയുന്ന ഹിതമല്ലാത്ത ബന്ധങ്ങൾ കൊണ്ട് തകരുന്നത് നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ ബന്ധത്തിലായിരിക്കുന്ന ആളുകൾ മാത്രമല്ല, അവരോടൊപ്പം ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരുമാണ്. ഒരു റൈറ്റ് ചോയ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിയമം അനുവദിക്കുന്ന വിവാഹമോചനത്തിലേക്ക് പോവുക. ഇനി അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ കണ്ടുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന തെറാപ്പികളും ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റും കൃത്യമായ കൗൺസിലിങ്സും ഒക്കെ എടുക്കുക. എന്നിട്ട് ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോവുക. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ഏതൊക്കെ വഴികളിലൂടെ പോയാലും ഹാപ്പിനെസ് അത് തേടിയുള്ള യാത്രയാണല്ലോ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.